കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു മാനിന്റെ മിഴി പോലെ തിളങ്ങി നിൽക്കുന്ന വശ്യമായ സൗന്ദര്യമുള്ള ഒരു നക്ഷത്രമുണ്ട്, മകയിരം. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ അഞ്ചാമനായി നിലകൊള്ളുന്ന മകയിരം വെറുമൊരു നക്ഷത്രമല്ല, മറിച്ച് അത് നിരന്തരമായ അന്വേഷണങ്ങളുടെയും കൗതുകങ്ങളുടെയും പ്രതീകമാണ്. മൃഗശീർഷം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മകയിരം എന്ന പേര് പിറന്നത്. മൃഗത്തിന്റെ തല എന്നതിലുപരി എപ്പോഴും ജാഗ്രതയോടെയും അതിലേറെ സൗമ്യതയോടെയും ചുറ്റും നോക്കുന്ന ഒരു മാനിന്റെ പ്രകൃതമാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രകൃതി നൽകിയിരിക്കുന്നത്. മകയിരം നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ മുകുളങ്ങളിൽ ആദ്യം വിരിയുന്നത് ഒരു മാനിന്റെ ചിത്രമാണ്. ഒരു മാൻ കാട്ടിലൂടെ ലക്ഷ്യമില്ലാതെ ഓടുകയാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ ഓരോ ചുവടിലും ഓരോ ജാഗ്രതയുണ്ട്, ഓരോ നോട്ടത്തിലും ഓരോ തിരിച്ചറിവുണ്ട്. അതുപോലെ തന്നെയാണ് മകയിരം നക്ഷത്രക്കാരുടെ ജീവിതവും. ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള, അറിവിന്റെ ആഴങ്ങൾ തേടിയുള്ള, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പൂർണ്ണത തേടിയുള്ള ഒരു തീർത്ഥാടനമായിരിക്കും ഇവരുടെ ഓരോ നിമിഷവും. ഒരിടത്തും തങ്ങാത്ത, എന്തിലും ഏതിലും പുതുമ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു തരം ദിവ്യമായ അസ്വസ്ഥത ഇവരുടെ ഉള്ളിലുണ്ടാകും. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ചൊവ്വയുടെ ഊർജവും ചന്ദ്രന്റെ ലാവണ്യവും ഒരുപോലെ സമ്മേളിക്കുന്ന അപൂർവമായ ഒരു നക്ഷത്രമാണിത്. ഇതിന്റെ അധിപൻ ചടുലതയുടെയും പോരാട്ട വീര്യത്തിന്റെയും ഗ്രഹമായ ചൊവ്വയാണ്. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ ദേവത അമൃത് വമിക്കുന്ന സോമൻ അഥവാ ചന്ദ്രനാണ്. തീയും മഞ്ഞും പോലെ വൈരുദ്ധ്യമുള്ള ഗുണങ്ങൾ ഒരേ സമയം ഈ നക്ഷത്രക്കാരിലുണ്ടാകും. പുറമേ കാണുന്ന സൗമ്യതയ്ക്ക് ഉള്ളിൽ കനലായി തിളങ്ങുന്ന ഒരു നിശ്ചയദാർഢ്യം മകയിരം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഒരേ സമയം ശാന്തരാകാനും അതേസമയം തന്നെ കാര്യങ്ങൾ നേടാനായി ആവശ്യത്തോടെ കുതിക്കാനും ഇവർക്ക് സാധിക്കുന്നു. രാശിചക്രത്തിൽ ഇടവം, മിഥുനം എന്നീ രാശികളിലായി ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഇവരുടെ സ്വഭാവത്തിൽ വലിയൊരു സവിശേഷത നൽകുന്നുണ്ട്. ഇടവത്തിന്റെ പതറാത്ത സ്ഥിരതയും മിഥുനത്തിന്റെ വേഗതയുള്ള ചിന്താശക്തിയും മകയിരത്തിൽ ഒത്തുചേരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു മാനിനെ പോലെ പതറാതെ നിൽക്കാനും അതേസമയം കാറ്റിനെ പോലെ വേഗത്തിൽ മാറി ചിന്തിക്കാനും കഴിയും. ലോകത്തെ മറ്റൊരു നക്ഷത്രക്കാരും കാണാത്ത രീതിയിൽ നിരീക്ഷിക്കാനും അപഗ്രഹിക്കാനും ഇവർക്ക് ജന്മസിദ്ധമായ ഒരു കഴിവുണ്ട്. മനുഷ്യന്റെ ഭൗതിക പരിണാമത്തിന്റെ ഒരു സുപ്രധാന ഘട്ടത്തെയാണ് മകയിരം പ്രതിനിധീകരിക്കുന്നത്. വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത മനസ്സ്, എപ്പോഴും എന്തെങ്കിലും പുതിയത് പഠിക്കണമെന്ന ആഗ്രഹം, കലകളോടും സംഗീതത്തോടുമുള്ള അമിതമായ അഭിനിവേശം, ഇവയെല്ലാം മകയിരത്തിന്റെ മുഖമുദ്രകളാണ്. ഒരു വശത്ത് ഇവർ അതീവ ബുദ്ധിശാലികളായ ഗവേഷകരാകുമ്പോൾ മറുവശത്ത് ഇവർ സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന കലാകാരന്മാരോ കവികളോ ആയി മാറുന്നു. മകയിരം 10-ൽ പിറന്നാൽ മന്നൻ എന്നൊരു ചൊല്ലു തന്നെയുണ്ട് ജ്യോതിഷത്തിൽ. 10ാം ഭാവത്തിൽ മകയിരം വരുന്നത് ഉന്നത പദവികൾ ലഭിക്കാൻ കാരണമാകുന്നു എന്നാണ് ഇതിന്റെ പൊരുൾ. എന്നാൽ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ മാനസികമായ സംതൃപ്തിക്കും സമാധാനത്തിനുമാണ് ഇവർ ജീവിതത്തിൽ മുൻഗണന നൽകുന്നത്. ഒരു മാനിനെ പോലെ ഇവർ ഓടുന്നത് ആരെയും തോൽപ്പിക്കാനല്ല, മറിച്ച് താൻ ആഗ്രഹിക്കുന്ന ആ സുവർണ മാനിനെ കണ്ടെത്താനാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് മകയിരം നക്ഷത്രക്കാരുടെ വിസ്മയകരമായ സ്വഭാവ സവിശേഷതകളിലേക്കാണ്. അവരുടെ ജന്മസിദ്ധമായ ഗുണങ്ങൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, അവരുടെ പ്രണയം, വിവാഹം, തൊഴിൽ തുടങ്ങി ജീവിതത്തിന്റെ സകല മേഖലകളെയും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു പഠനമാണ് ഈ വീഡിയോ. മകയിരം നക്ഷത്രക്കാരാരാണെന്നും അവർ എങ്ങനെ ലോകത്തെ മാറ്റുന്നുവെന്നും നമുക്ക് വിശദമായി നോക്കാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ അന്വേഷണ തൽപരരാണ്. ഒരു മാനിനെ പോലെ എപ്പോഴും ജാഗരൂകരും ചടുലതയുള്ളവരുമായിരിക്കും ഇവർ. ഇവരുടെ പ്രകൃതത്തിലെ ചില പ്രധാന വശങ്ങൾ നോക്കുമ്പോൾ മകയിരം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ എന്തിനെക്കുറിച്ചും നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. ജീവിതത്തിന്റെ അർത്ഥം തേടുന്നവരാണിവർ. ഒരു കാര്യത്തിലും പെട്ടെന്ന് തൃപ്തിപ്പെടാൻ ഇവർക്ക് കഴിയില്ല. പുതിയ അറിവുകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ സ്ഥലങ്ങൾ എന്നിവ തേടിയുള്ള യാത്രകൾ ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പേരുപോലെ തന്നെ സൗമ്യമായ പെരുമാറ്റമാണ് ഇവരുടേത്. മറ്റുള്ളവരോട് വളരെ മാന്യമായും വിനയത്തോടും ഇവർ സംസാരിക്കും. എങ്കിലും സ്വന്തം നിലപാടുകളിൽ ഇവർ ഉറച്ചു നിൽക്കും. പുറമെ ശാന്തരായി കാണപ്പെടുമെങ്കിലും ഉള്ളിലെപ്പോഴും ചിന്തകളുടെ ഒരു വലിയ ലോകം തന്നെ ഇവർ കൊണ്ടു നടക്കുന്നുണ്ടാകും. മകയിരം നക്ഷത്രക്കാർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി പലപ്പോഴും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നു എന്നതാണ്. 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമായതിനാൽ ഇവർക്കെപ്പോഴും ഒരു 2 മനസ്സുണ്ടാകാൻ സാധ്യതയുണ്ട്. മകയിരം നക്ഷത്രക്കാർക്ക് പ്രകൃതിദത്തമായി ലഭിച്ചിട്ടുള്ള ചില സവിശേഷ ഗുണങ്ങൾ നോക്കുമ്പോൾ കൂർത്ത ബുദ്ധിയും നിരീക്ഷണ പാടവവും മകയിരം നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ ഗുണമാണ്. കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കാനും അതിന്റെ ഗുണദോഷങ്ങൾ വിലയിരുത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ദേവതാ സ്വാധീനമുള്ളതിനാൽ കല, സാഹിത്യം, ശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർക്ക് സ്വാഭാവികമായ താല്പര്യമുണ്ടാകും. വളരെ സത്യസന്ധരായ വ്യക്തികളായിരിക്കും ഇവർ. കള്ളം പറയുന്നതും ചതിക്കുന്നതും ഇവർക്ക് ഇഷ്ടമല്ല. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകും. വിശ്വസ്തത ഇവരുടെ മുഖമുദ്രയാണ്. കലാരംഗത്ത് മകയിരം നക്ഷത്രക്കാർ ശോഭിക്കുന്നത് അവരുടെ ഭാവനാ സമ്പന്നത കൊണ്ടാണ്.
എഴുത്ത്, സംഗീതം, ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ജന്മനാ തന്നെ കഴിവുണ്ടാകും. ലോകത്തെ വ്യത്യസ്തമായ ഒരു കണ്ണിലൂടെ നോക്കിക്കാണാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ലൊരു ഹാസ്യബോധമുള്ളവരായിരിക്കും ഇവർ. ഏതു ഗൗരവകരമായ സാഹചര്യത്തെയും ലഘൂകരിക്കാൻ ഇവർക്ക് കഴിയും. മിഥുനം രാശിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് സംഭാഷണപ്രിയരും സരസമായി സംസാരിക്കുന്നവരുമായിരിക്കും ഇവർ. മകയിരം നക്ഷത്രം 2 രാശികളിലായി നിൽക്കുന്നതുകൊണ്ട് ജനിച്ച പാദമനുസരിച്ച് സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാം. ഇവർ കൂടുതൽ സുസ്ഥിരമായ സ്വഭാവമുള്ളവരായിരിക്കും. ഭൗതിക സുഖങ്ങളിലും ആഡംബരങ്ങളിലും താല്പര്യമുണ്ടാകും. പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും. സംഗീതം, കല എന്നിവയിൽ അതീവ താല്പര്യം പ്രകടിപ്പിക്കും. ഇവർ കൂടുതൽ ഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കും. എഴുത്ത്, പ്രസംഗം, ആശയവിനിമയം എന്നിവയിൽ ഇവർ മികച്ചു നിൽക്കും. കൂടുതൽ സഞ്ചാരപ്രിയരും സാമൂഹികമായി ഇടപെടുന്നവരുമായിരിക്കും ഇവർ. മകയിരം നക്ഷത്രക്കാർക്ക് ഏത് തൊഴിലും വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. എങ്കിലും ബുദ്ധിപരമായ അധ്വാനം ആവശ്യമുള്ള മേഖലകളാണ് ഇവർക്ക് കൂടുതലും അനുയോജ്യം. അധ്യാപനം, പത്രപ്രവർത്തനം, IT, ഗവേഷണം, കല, സംഗീതം, കച്ചവടം, യാത്രാ വിവരണം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും. പൊതുവെ സാമ്പത്തികമായി ഇവർ മെച്ചപ്പെട്ട നിലയിലായിരിക്കും. കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരാണെങ്കിലും അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ശീലം ഇവർക്കില്ല. എങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനായി ഇവർ പണം ചെലവാക്കാറുണ്ട്. മധ്യവയസ്സിന് ശേഷം ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തോട് അതീവ സ്നേഹവും പ്രതിബദ്ധതയും വച്ചു പുലർത്തുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ. വൈകിയുള്ള വിവാഹത്തിന് ചിലപ്പോൾ സാധ്യതയുണ്ടെങ്കിലും വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും. പങ്കാളിയെ വളരെയധികം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണിവർ. എന്നാൽ ചിലപ്പോഴൊക്കെ പങ്കാളിയെ അമിതമായി സംശയിക്കുന്ന പ്രവണത ഇവർ കാണിച്ചേക്കാം. ഇതൊഴിവാക്കിയാൽ കുടുംബജീവിതം വളരെ സമാധാനപരമാകും. വളരെ വലിയൊരു സൗഹൃദ വലയം ഇവർക്കുണ്ടാകും. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കാൻ ഇവർക്ക് സാധിക്കും. പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും മകയിരം നക്ഷത്രക്കാർ ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ചൊവ്വയുടെയും ചന്ദ്രന്റെയും സ്വാധീനമുള്ളതുകൊണ്ട് ജലദോഷം, തൊണ്ടയിലെ അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ വരാം. അമിതമായ ചിന്ത കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകാറുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഇവർക്ക് അത്യന്താപേക്ഷിതമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും എന്ന പോലെ മകയിരം നക്ഷത്രക്കാർക്കും ചില പോരായ്മകളുണ്ട്. മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയില്ല. ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. ഒരേ കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. പുതിയ കാര്യങ്ങൾ തേടിപ്പോകുന്നതിനിടയിൽ കയ്യിലുള്ളവ അവഗണിച്ചേക്കാം. ചൊവ്വയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരാം. എന്നാൽ അത് പെട്ടെന്ന് തന്നെ ആറുകയും ചെയ്യും. തിങ്കളാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും ഇവരുടെ മനസ്സിനും ജീവിതത്തിനും വലിയ ഐശ്വര്യം നൽകും. മകയിരം നക്ഷത്ര ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും കരിങ്ങാലി മരം നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മാനിനെ പോലെയുള്ള ജാഗ്രതയും ചന്ദ്രനെ പോലെയുള്ള സൗമ്യതയും ഒത്തുചേരുന്ന മകയിരം നക്ഷത്രക്കാർ സമൂഹത്തിന് മാതൃകയാക്കാവുന്ന വ്യക്തിത്വങ്ങളാണ്. അന്വേഷണ തൃഷ്ണയെ ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ ഇവർക്ക് ലോകത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. അനാവശ്യമായ ചിന്തകളും സംശയങ്ങളും ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്നത വിജയം കൈവരിക്കാൻ മകയിരം നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മകയിരം നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അവരെ അവരുടെ വഴികളിൽ അന്വേഷണങ്ങൾ നടത്താൻ അനുവദിക്കുക. അതാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അവരുടെ നിരീക്ഷണ പാടവത്തെയും സത്യസന്ധതയെയും അംഗീകരിക്കുക. അവർ നിങ്ങൾക്ക് മനോഹരമായ ഒരു ലോകം തുറന്നു തരും.